ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി യൂസ് ചെയ്യാവുന്ന ചില വേർഡ്സും അതിനെ ഫോളോ ചെയ്തു വരുന്ന പ്രിപ്പോസിഷൻസും ആണ്. ആദ്യം വീഡിയോ നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആംഗ്രി വിത്ത്, ആംഗ്രി അബൌട്ട്, ആംഗ്രി അറ്റ്. ഏതെല്ലാം സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ആംഗ്രി വിത്ത്, ആംഗ്രി അബൌട്ട്, ആംഗ്രി അറ്റ് എന്നത് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആംഗ്രി വിത്ത്. Angry with somebody. Angry with somebody. ഒരാളോട് ദേഷ്യം കാണിക്കുമ്പോഴാണ് നമ്മൾ ആംഗ്രി വിത്ത് എന്ന് പറയുന്നത്. ഈ ഒരാൾ എന്ന് പറയുന്നത് ഹ്യൂമൻ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇപ്പം ആനിമൽസിനോടാണെങ്കിലും നമുക്ക് ആംഗ്രി വിത്ത് തന്നെയാണ് യൂസ് ചെയ്യുക. ഈവൻ നമുക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്ന സമയത്തും ആംഗ്രി വിത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സെന്റൻസസ് നോക്കിയേ. Why are you angry with me? Why are you angry with me? അപ്പോൾ ഇവിടെ ആംഗ്രി വിത്തിന് ശേഷം മീ, എന്നോടല്ലേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആംഗ്രി വിത്ത് എപ്പോഴും ആരോടെങ്കിലും ദേഷ്യം കാണിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സെന്റൻസ്. I am angry with Rahul for forgetting my birthday. I am angry with Rahul. എനിക്ക് രാഹുലിനോടാണ് ഇവിടെ ദേഷ്യം. അപ്പോൾ ഒരാളോട്, അത് വ്യക്തി തന്നെ ആയിരിക്കണം എന്നില്ല, ആനിമലൊക്കെ ആയിരിക്കും, എന്തെങ്കിലും റീസൺ കൊണ്ട് ദേഷ്യം കാണിക്കുമ്പോഴാണ് നമ്മൾ ആംഗ്രി വിത്ത് ആ പേഴ്സൺ എന്ന് എഴുതുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് നോക്കിയേ. ആംഗ്രി അബൌട്ട്. ആംഗ്രി അബൌട്ട് സംതിങ്. ആംഗ്രി വിത്ത് സംബഡി ആയിരുന്നു. ആംഗ്രി അബൌട്ട് സംതിങ്. ഏതെങ്കിലും കാര്യത്തോട് അല്ലെങ്കിൽ ഇൻസിഡന്റിനോട് നമുക്ക് ദേഷ്യം കാണിക്കുമ്പോഴാണ് നമ്മൾ ആംഗ്രി അബൌട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. സെന്റൻസസ് നോക്കിയേ. ആർ യു ആംഗ്രി അബൌട്ട് ലാസ്റ്റ് നൈറ്റ്? ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ആംഗ്രി അബൌട്ട്. ആർ യു ആംഗ്രി അബൌട്ട് ലാസ്റ്റ് നൈറ്റ്? ഈ ലാസ്റ്റ് നൈറ്റിന് പകരം ഒരു വ്യക്തിയായിരുന്നെങ്കിലാണ് നമ്മൾ അവിടെ ആംഗ്രി വിത്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത സെന്റൻസ്. I am angry about the rain because it spoiled my plans for a trip. I am angry about the rain because it spoiled my plans for a trip. ഇവിടെ ആംഗ്രി അബൌട്ട് ആണ്. കാരണം എന്താണ്? ഇവിടെ ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംതിങ്. റെയിൻ എന്ന് പറയുന്നത് ഒരു ലൈഫ്ലെസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആംഗ്രി അബൌട്ട് ഒരു ഇൻസിഡന്റ് കൂടിയാണ്. മഴയോട് ദേഷ്യം തോന്നാൻ കാരണം എൻ്റെ ട്രിപ്പിൻ്റെ പ്ലാൻസ് എല്ലാം നഷ്ടമാക്കി. അപ്പോൾ അതുകൊണ്ട് ഐ ആം ആംഗ്രി അബൌട്ട് ദ റെയിൻ. അടുത്തത് പറഞ്ഞത് ആംഗ്രി അറ്റ്. ആംഗ്രി അബൌട്ടും ആംഗ്രി അറ്റും തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഇല്ല. രണ്ടും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ഇൻസിഡൻറ്റ്, അവിടെയൊക്കെയാണ് നമ്മൾ ആംഗ്രി അറ്റും വിത്തും യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ റീസൺ സ്പെസിഫിക് ആവുമ്പോൾ അവിടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ അവിടെ നമ്മൾ എബൌട്ട്. ഞാൻ ഒന്നുകൂടി പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഇൻസിഡന്റ് അല്ലെങ്കിൽ കാരണം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അവിടെ നമ്മൾ ആംഗ്രി അറ്റും, ജനറൽ ആയിട്ട് പറയുമ്പോൾ ആംഗ്രി എബൌട്ടും. ഞാൻ എക്സാമ്പിൾ പറയാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സെന്റൻസസ് നോക്കിയേ. ദ ടീച്ചർ വാസ് ആംഗ്രി അബൌട്ട് ദ ക്ലാസ്. ദ ടീച്ചർ വാസ് ആംഗ്രി അബൌട്ട് ദ ക്ലാസ്. ഇവിടെ ഞാൻ ആംഗ്രി അബൌട്ട് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ചൊരു റീസൺ എടുത്ത് പറഞ്ഞിട്ടില്ല. മൊത്തത്തിലുള്ള ക്ലാസിന്റെ ബിഹേവിയർ മോശമായതുകൊണ്ടാണ് ടീച്ചറിന് ദേഷ്യം വന്നത്. എന്നാൽ ഈ സെന്റൻസ് നോക്കിയേ. ദ ടീച്ചർ വാസ് ആംഗ്രി അറ്റ് മൈ ഫെയിലിയർ. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് റീസൺ മൈ ഫെയിലിയർ എന്നല്ലേ, അതുകൊണ്ടാണ് ആംഗ്രി അറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മളുടെ റീസൺ അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് സ്പെസിഫിക് ആണെങ്കിൽ അവിടെ നമ്മൾ ആംഗ്രി അറ്റും, ജനറൽ ആണെങ്കിൽ ആംഗ്രി അബൌട്ടും ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. സോറി ഫോർ, സോറി അബൌട്ട്. നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ടുള്ള വേർഡാണ് സോറി. അപ്പോൾ സോറി ഫോറും സോറി അബൌട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സോറി ഫോർ. സാധാരണ സോറി ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്തതിനോ പറയാത്തതിനോ ക്ഷമ ചോദിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കുമ്പോൾ
അവിടെയൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സോറി ഫോർ ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയാം. സെന്റൻസസ് നോക്കി. ഐ എം സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഐ എം സോറി ഫോർ ദ മിസ്റ്റേക്ക്. ഐ എം സോറി ഫോർ ഫൊർഗെറ്റിംഗ് യുവർ ബർത്ത്ഡേ. ഐ എം സോറി ഫോർ ഫൊർഗെറ്റിംഗ് യുവർ ബർത്ത്ഡേ. അപ്പോൾ സോറി ഫോർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്തതിനോ പറയാത്തതിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിഷമുണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ് ഐ എം സോറി ഫോർ യൂസ് ചെയ്യുന്നത്. അടുത്തത് നോക്കാം. സോറി അബൌട്ട്. നമുക്ക് ചുറ്റുള്ള ആർക്കെങ്കിലും ഒരു ആക്സിഡന്റോ മറ്റ് അപകടങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ അവരോട് സിമ്പതി കാണിക്കാറുണ്ടല്ലേ, ജെനുവിനായിട്ടും അല്ലാതെയും. ഇത്തരത്തില് മറ്റൊരാളോട് അവർക്ക് നടന്ന ഒരു ദുരന്തത്തില് അല്ലെങ്കിൽ ഒരു ബാഡ് ഇൻസിഡന്റില് സിമ്പതി പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായും സോറി അബൌട്ട് യൂസ് ചെയ്യുന്നത്. സിമ്പതി പ്രകടിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ സിമ്പതി പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞത്. എക്സാമ്പിൾസ് നോക്കാം. സെന്റൻസസ് നോക്കിയേ. ഐ എം സോറി അബൌട്ട് യുവർ ലോസ്. മറ്റൊരാൾക്ക് ഉണ്ടായ ഒരു നഷ്ടം അവരുടെ ജീവിതത്തിൽ അതൊരു ആശ്വാസമാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. ഐ എം സോറി അബൌട്ട് യുവർ ലോസ്. ഐ എം റിയലി സോറി അബൌട്ട് യുവർ ആക്സിഡന്റ്. ഐ എം റിയലി സോറി അബൌട്ട് യുവർ ആക്സിഡന്റ്. ഇത്തരത്തില് മറ്റൊരാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴാണ് നമ്മൾ സോറി അബൌട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ്. എവിടെയാണ് നമ്മൾ ഡിസപ്പോയിന്റഡ് യൂസ് ചെയ്യുന്നത്? നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചിട്ട് അതുപോലെ നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ ഡിസപ്പോയിന്റഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ ആംഗ്രി അറ്റ് ആംഗ്രി വിത്ത് എന്നീ വേർഡ്സ് തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് ഇവിടെ ഡിസപ്പോയിന്റഡ് അറ്റ് ഡിസപ്പോയിന്റഡ് വിത്ത്. നമ്മൾക്ക് ദേഷ്യമുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ സ്പെസിഫിക് ആണെങ്കിൽ അവിടെ നമ്മൾ ഡിസപ്പോയിന്റഡ് അറ്റ് ഉപയോഗിക്കും. അതല്ല ജനറൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ അവിടെ നമ്മൾ ഡിസപ്പോയിന്റഡ് വിത്ത് യൂസ് ചെയ്യും. എക്സാമ്പിൾസ് നോക്കാം. നോക്കിയേ. I was disappointed at the quality of service provided by the restaurant. ഇവിടെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവാനുള്ള കാരണം റെസ്റ്റോറൻറ്റിലെ ബിഹേവിയർ ആണ്. അതും എത്തരത്തില് അവർ പ്രൊവൈഡ് ചെയ്ത ക്വാളിറ്റി മോശമായതുകൊണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഡിസപ്പോയിന്റഡ് അറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ റീസൺ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് ഡിസപ്പോയിന്റഡ് അറ്റ്. ഐ വാസ് ഡിസപ്പോയിന്റഡ് അറ്റ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ റെസ്റ്റോറൻറ്റ്. അടുത്ത സെന്റൻസ്. ഷീ ഈസ് ഡിസപ്പോയിന്റഡ് അറ്റ് ദ പ്രോജക്റ്റ്. എന്തിലാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ത് കാരണം കൊണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഡിസപ്പോയിന്റഡ് അറ്റ്. അപ്പോൾ റീസൺ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസപ്പോയിന്റഡ് അറ്റ്. നേരത്തെ പറഞ്ഞിരുന്നു ഡിസപ്പോയിന്റഡ് അറ്റ് ഡിസപ്പോയിന്റഡ് വിത്ത് സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് നോക്കിയേ. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ അവിടെ ഡിസപ്പോയിന്റഡ് അറ്റ് ആണ്. ജനറൽ റീസൺ ആണെങ്കിൽ ഡിസപ്പോയിന്റഡ് വിത്ത്. ഐ എം ഡിസപ്പോയിന്റഡ് വിത്ത് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ റെസ്റ്റോറൻറ്റ്. ഇവിടെ അവരുടെ സർവീസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അടുത്ത സെന്റൻസിൽ നോക്കി. ഐ ആം ഡിസപ്പോയിന്റഡ് അറ്റ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ റെസ്റ്റോറൻറ്റ്. ഇവിടെ അവരുടെ ക്വാളിറ്റി മോശമായതുകൊണ്ടാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഡിസപ്പോയിന്റഡ് അറ്റ്. ഇനി ഡിസപ്പോയിന്റഡ് ഇൻ. ഡിസപ്പോയിന്റഡ് ഇൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ആക്ഷൻസ് ഒന്നുമില്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഡിസപ്പോയിന്റഡ് ഇൻ എന്നാണ് പറയുന്നത്. ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബിഹേവിയർ റെസ്പോൺസ് ഒന്നും ഇല്ലാതെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഡിസപ്പോയിന്റഡ് ഇൻ എന്ന് യൂസ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കാം. സെന്റൻസസ് നോക്കിയേ. ഷീ ഈസ് ഡിസപ്പോയിന്റഡ് ഇൻ ഹെർ ഡോട്ടർ ഫോർ നോട്ട് സ്റ്റഡിയിങ് ഹാർഡ് ഇനഫ്. ഇവിടെ ഡിസപ്പോയിന്റഡ് ഇൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു പ്രത്യേക വ്യക്തിയുടെ ആ ബിഹേവിയർ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഷീ ഈസ് ഡിസപ്പോയിന്റഡ് ഇൻ ഹെർ ഡോട്ടർ ഫോർ നോട്ട് സ്റ്റഡിയിങ് ഹാർഡ് ഇനഫ്. അടുത്ത സെന്റൻസ്. ഐ എം ഡിസപ്പോയിന്റഡ് ഇൻ മൈ ബ്രദർ ഫോർ നോട്ട് കീപ്പിംഗ് ഹിസ് പ്രോമിസ്. ഐ എം ഡിസപ്പോയിന്റഡ് ഇൻ മൈ ബ്രദർ ഫോർ നോട്ട് കീപ്പിംഗ് ഹിസ് പ്രോമിസ്. ഇവിടെയെല്ലാം ഡിസപ്പോയിന്റഡ് ഇൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ നമുക്ക് ഇഷ്ടപ്പെടാതെ വന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസപ്പോയിന്റഡ് ഇൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഡെയിലി യൂസ് ചെയ്യാവുന്ന കുറച്ച് വേർഡ്സും
അതിൻ്റെ കൂടെ ഫോളോ ചെയ്ത് വരുന്ന പ്രിപ്പോസിഷൻസും. ആംഗ്രി അറ്റ്, ആംഗ്രി വിത്ത്, ആംഗ്രി അബൌട്ട്. സോറി ഫോർ, സോറി അബൌട്ട്. ഡിസപ്പോയിൻറ്റഡ് ഇൻ, ഡിസപ്പോയിൻറ്റഡ് അറ്റ്, ഡിസപ്പോയിൻറ്റഡ് വിത്ത്. അപ്പോൾ ഈ ഡിഫറൻസസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.